നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് മൂലധനമാണ്, അഥവാ ക്യാപിറ്റൽ. എത്ര ചെറിയ ബിസിനസ് ആയാൽ കൂടിയും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും നമുക്കൊരു ക്യാപിറ്റലായിട്ട് വേണം. ഞാൻ ഈ ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഉറപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങില്ല എന്നുള്ളത്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നുകൂടി ഞാൻ വാങ്ങില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരുന്നു പിന്നത്തെ എൻ്റെ ചിന്ത. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു കമ്മലുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ക്യാഷ് ആക്കിയിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാവുമ്പോൾ എൻ്റെ തന്നെ കാശാണ്, എനിക്കിത് തിരിച്ചു വേണം. പക്ഷേ ഒരു വെപ്രാളമൊന്നുമില്ല, പതുക്കെ മതി. നമുക്കൊരു നല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്ത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് കൊടുത്ത് നമുക്ക് പതിയെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഗോൾഡ് വിൽക്കാനായിട്ട് ചെന്നപ്പോഴാണ് അടുത്തൊരു പണി വന്നത്. എനിക്ക് 1 പവനിൽ താഴെ വിൽക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്നിട്ട് കൂടി എനിക്ക് ഒരാഴ്ച എടുത്തു ക്യാഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വില കൂടി കിടക്കുന്നതുകൊണ്ട് ജ്വല്ലറീസ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് കേട്ടോ അറിഞ്ഞത്. മാറ്റി മേടിക്കാനാണെങ്കിൽ ഓക്കെ, വിറ്റ് ക്യാഷ് ആക്കാനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരാഴ്ച കൊണ്ട് ക്യാഷ് കിട്ടി. പക്ഷെ അതുകൊണ്ട് എനിക്ക് വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ച എനിക്ക് വേറെ ഒന്നും പർച്ചേസ് ചെയ്യാൻ, അതായത് ഇത് വെച്ച് വേണം എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരാഴ്ച ഡിലേ ആയിപ്പോയി. അങ്ങനെ ഫൈനലി ക്യാപിറ്റൽ റെഡിയായി. അപ്പോൾ അതിനുശേഷമാണ് പർച്ചേസിങ് ഒക്കെ തുടങ്ങിയത്. എന്തായാലും ഈ ഒരാഴ്ച ടൈമിൽ ഞാൻ കുറേ ലോക്കൽ ഹോൾസെയിലേഴ്സിനെയൊക്കെ തപ്പി വെച്ചിരുന്നു കേട്ടോ. ഹോൾസെയിലേഴ്സിനെ ലോക്കലായിട്ട് മാത്രമേ നോക്കുന്നോളം തീരുമാനിച്ചിരുന്നു. ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ കൂടുതൽ പർച്ചേസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് മതി എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ലോക്കലായിട്ട് തന്നെയാണ് കൊറിയർ ബാഗും ട്രാൻസ്പെറൻറ്റ് ബാഗും ഒക്കെ മേടിച്ചത്. ഓൺലൈനായിട്ട് ഞാൻ ബട്ടർ പേപ്പറും തെർമൽ പ്രിന്ററും ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തും താങ്ക് യു സ്റ്റിക്കേഴ്സ് ഇത്രയാണ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തത്. അത് വരുന്നതേ ഉള്ളൂ, ഇത്ര ഡിലേ ആയതുകൊണ്ടാണ്. പിന്നീടുള്ളത് സ്റ്റാമ്പും താങ്ക് യു കാർഡും ആണ്. അതിൽ താങ്ക് യു കാർഡ് ഞാൻ ലോക്കൽ പ്രിന്റ് ചെയ്യാമെന്ന് ചോദിച്ചു. പ്രിന്റിംഗ് പ്രസ്സിലെങ്ങാനും കൊടുത്തിട്ട് ഞാൻ ക്യാൻവയിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്യണം. സ്റ്റാമ്പിന് വേണ്ടിയിട്ട് എനിക്ക് ആരെയും അങ്ങനെ കിട്ടിയില്ല. ഇനി ഓൺലൈനായിട്ടൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയാണ് ഇനിയുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം.